ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സോറി പറയാം കേട്ടോ. കാരണം ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതെൻ്റെ ഓണം ഷോപ്പിംഗ് വ്ളോഗാണ്. ഇത് ഞാൻ ഇടാനായിട്ട് ശരിക്കും ഇപ്പോൾ ഓണം കഴിഞ്ഞു, ചിങ്ങമാസം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോൾ എനിക്ക് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് എടുക്കാനും അത് ട്രാക്കിൽ കൊണ്ടുവരാനൊന്നും പറ്റിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അതിന് സോറി ചോദിക്കുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചതായിരുന്നു ആ ഓണം ടൈമിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വെച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ചെയ്യാനില്ലാത്ത കാരണം ഞാൻ പിന്നെ ഇപ്പം അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഗ്രാൻഡ് പേരൻസിന്. അപ്പം നമ്മുടെ ഇവിടെ ഓണത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേരൻസിനും ഗ്രാൻഡ് പേരൻസിനും പിന്നെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. അപ്പം നമ്മൾ രണ്ട് സൈഡിലും എടുത്ത് കൊടുക്കും. എൻ്റെ സൈഡിലും എടുക്കും, ചേട്ടൻ്റെ സൈഡിലും എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ട് അമ്മൂമ്മയ്ക്കുള്ള സെറ്റ് മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സാരി എടുക്കുകയാണ്. സാരി മമ്മിക്ക് പിന്നെ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ സാരി കാര്യങ്ങളൊക്കെയാണ് എടുക്കാനുള്ളത്. അപ്പം അതൊക്കെ നോക്കി ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി നമ്മൾ പോയ സമയത്ത്. അപ്പം ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഓണം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെയാണ് പോയത്. എന്നാൽ പോലും കടയിൽ എല്ലാവരും തന്നെ നേരത്തെ വന്നിട്ട് നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ദിവസം പോയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് 3 ദിവസമായിട്ടാണ് ഷോപ്പിംഗ് എടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം പോയിട്ട് പേരൻസിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഷർട്ട്, സാരി, പിന്നെ ഗ്രാൻഡ് പേരൻസിനുള്ള സെറ്റുമുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. അടുത്ത ദിവസം നമ്മൾ എനിക്ക് പിന്നെ ചേട്ടന് എൻ്റെ ബ്രദറിനും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡ്സിലാണ് പോയത്. അപ്പോൾ ഞാൻ ആദ്യം ഈ കുർത്തയാണ് കണ്ടത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ട്രൈ ചെയ്തപ്പോൾ ഇത് കയ്യിലൊക്കെ ആളുള്ള മെറ്റീരിയൽ ഇങ്ങനെ കൊണ്ടുകയറുന്ന പോലെ തോന്നിയ ഒരു സംഭവമായത് കാരണം പിന്നെ ഞാനതെടുത്തില്ല. പിന്നെ ചേട്ടനും എൻ്റെ അനിയനും വേണ്ട ഷർട്ട് സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. ട്രെൻഡ്സിലും ആക്ച്വലി നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ട്രെൻഡ്സിൽ എന്തോ കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. എത്രയോ രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ എന്തോ ഡിസ്കൗണ്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ ഫൈനലി എടുത്തിട്ടുണ്ടായിരുന്ന കുർത്ത ഓണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിതല്ലാതെ വേറൊരു എക്സ്ട്രാ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് മുണ്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കുർത്ത സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കെല്ലാം അങ്ങനെ കറക്റ്റായിട്ട് നോക്കാനൊന്നും പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ വാവേനെ വീട്ടിലിരുത്തിയിട്ടൊക്കെ ഷോപ്പിങ്ങിന് വന്ന കാരണം ഭയങ്കര പെട്ടെന്നായിരുന്നു ഷോപ്പിംഗ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് വീണ്ടും അടുത്ത ദിവസം, അതായത് ഓണത്തിന് ഉത്രാടത്തിന് തൊട്ട് മുന്നത്തിടെയാണ് പിന്നെ നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് വാവയ്ക്കും കൂടി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ 3rd ഡേ ഓഫ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 3ാമത്തെ ദിവസം തന്നെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ, ഇത്ര ലേറ്റ് ആയില്ല, കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഫംഗ്ഷന് പറഞ്ഞ ഞാൻ ഉടുത്ത സെറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ ഈ 3ാമത്തെ ഡേ വന്നിട്ടാണ് മേടിച്ചത്. പിന്നെ നമ്മൾ പേരൻസിന് എടുത്തതിനകത്ത് കുറച്ച് എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സാരിയും ഒരു ഷർട്ടൊക്കെ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത ദിവസം വന്നിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ വരുന്ന ചേച്ചിക്ക് മെയ്ഡിനുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേ വന്നിട്ടാണ് എടുത്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വാവയ്ക്കുള്ള ഉടുപ്പ് മേടിക്കാനുണ്ടായിരുന്നു, ഒരു കുഞ്ഞു പട്ടുപാവാട മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അന്നത്തെ ദിവസം മേടിച്ചു. പക്ഷേ ബേബി ഷോപ്പിൽ കയറിയതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആക്ച്വലി വീഡിയോ എടുക്കുന്നത് തന്നെ ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഫോണായിട്ടൊക്കെ നിൽക്കാനുള്ള ടൈം പോലും നമുക്ക് കിട്ടത്തില്ല. അത്ര ആൾക്കാരുടെ ഒരു റഷിനകത്ത് നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ നീങ്ങി പോകുന്ന പോലെയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം ഓൺ ഷോപ്പിംഗ് എല്ലാം വൈൻഡപ്പ് ചെയ്തിട്ട് ഒരു നാരങ്ങ വെള്ളവും ഒരു കുഞ്ഞു പാക്കറ്റ് ലേസൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി ബൈക്ക് എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഇൻഡിക്കേറ്റർ ആരോ കൊണ്ട് പാർക്ക് ചെയ്ത് അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ, ടേക്ക് കെയർ.